എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ പോയ യാത്രയുടെ അനുഭവങ്ങൾ, അതേപോലെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഫുൾ ഐറ്റിനറി, അതേപോലെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്നൊരു വീഡിയോ ആണിത്. കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് യാത്ര 3 വഴിക്ക് പോകുന്നതൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മൾ കാറിലാണ് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തൃശ്ശൂർ വെച്ചിട്ടുള്ള കിലോമീറ്റേഴ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, 1050 കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ബൈ റോഡ് ഉണ്ട്. നമുക്കത് കവർ ചെയ്യാൻ ഒരു 17 to 18 hours വരും. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ കാറിലാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ 2-3 ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇടയിൽ ഒരു ബാംഗ്ലൂരെങ്കിലും സ്റ്റേ എടുത്തിട്ട് പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു എക്കണോമിക്കലും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ട്രെയിൻ യാത്ര തന്നെയാണ്. ട്രെയിൻ യാത്രയ്ക്ക് ഏകദേശം തൃശ്ശൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറുണ്ട്. ഉച്ചയ്ക്ക് 12:38 ഇവിടുന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശബരി എക്സ്പ്രസ് 17229 എന്ന് പറഞ്ഞ നമ്പർ. ഏകദേശം നമുക്ക് കവർ ചെയ്യുന്ന കിലോമീറ്റർ 1270 കിലോമീറ്ററാണ്. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ്. സെക്കന്ദരാബാദ് വരെയാണ് ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. അറിയാത്തവർക്ക് ചിലപ്പോൾ സെക്കന്ദരാബാദും ഹൈദരാബാദും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചേക്കാം. അതിനുവേണ്ടി പറയുകയാണ്. സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞതും ഹൈദരാബാദും തെലുങ്കാനയിലെ 2 സിറ്റിയാണ്. ഒരു 10 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള 2 സിറ്റികളാണ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്നത്, നമ്മുടെ ശബരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ പോകുന്നത് സെക്കന്ദരാബാദിലേക്കാണ്. അവിടെ നിന്ന് 10 കിലോമീറ്റർ മാത്രമേ അടുത്തതിലേക്ക്, അതായത് ഹൈദരാബാദ് ഡെക്കൻ അഥവാ നാംപിള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോകാനായിട്ടുള്ള കേട്ടോ. പിന്നെ ട്രെയിനിൻ്റെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ട്രെയിൻസ് ഇടയ്ക്കിടയ്ക്ക് ഓണം, അതേപോലെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് റെയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ശബരി എക്സ്പ്രസിൻ്റെ റേറ്റ്സൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. സ്ലീപ്പറിൽ ഏകദേശം വരുന്ന 570 രൂപയാണ്. അതേപോലെ 3 ടയർ എ സിയിലാണെങ്കിൽ 1520 രൂപ. 2 ടയർ എ സി ആണെങ്കിൽ 2180. അതായത് ഫസ്റ്റ് ക്ലാസ് 1A എന്ന് പറഞ്ഞാൽ 3675. ഇതൊക്കെയാണ് ഒരു ഏകദേശ റേറ്റ്സ് കേട്ടോ. ഇതല്ലാതെ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിലാണെങ്കിൽ ഇതിനേലും കുറച്ചും കൂടി കൂടും. ഒരു 200, 300, 400 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങൾ ഓരോ ഇതിലും വരുന്നുണ്ട്. നിങ്ങൾക്കതിൽ റെയിൽ 1 ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഗവൺമെൻറ്റിൻ്റെ ആപ്പ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്, റെയിൽ 1. ഇനി നിങ്ങൾ കോഴിക്കോട് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട്. അത് തന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇൻ കേസ് നമുക്ക് ട്രെയിനിന് ടിക്കറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഷൊർണൂർ വരെ പോകാൻ പറ്റുവാണെങ്കിൽ ആ ട്രെയിന് അതിൽ പാസ് ചെയ്യുന്ന ട്രെയിനാണ്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ സെക്കന്ദരാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോകുന്ന ശബരി എക്സ്പ്രസ് സെയിം ട്രെയിൻ തന്നെയാണ്. ട്രെയിനിൻ്റെ നമ്പർ വന്നിട്ട് 17230 ആവും. തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം കുറവുണ്ട്. തിരിച്ചു വരുമ്പോൾ 22 മണിക്കൂറാണ് തൃശ്ശൂർ വരെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഈ ശബരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ് ഡെയിലി ഉള്ളത് കേട്ടോ. ഡെയിലി കേരള ടു ഹൈദരാബാദും ഉണ്ട്, ഹൈദരാബാദ് ടു കേരള ഡെയിലി ഉള്ള ട്രെയിൻ തന്നെയാണ്. സെക്കന്ദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴും ഉച്ചയ്ക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:20 സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കന്ദരാബാദിൽ നിന്ന്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 മണിക്കൂറോളം തൃശ്ശൂർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലൈറ്റിൻ്റെ കൂടി നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഹൈദരാബാദിലുള്ളത്. ഏകദേശം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ. ഏകദേശം 800 കിലോമീറ്ററാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. ഏകദേശം റേറ്റ് പറയുകയാണെങ്കിൽ ഒരു 3500 to 6000 ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എപ്പോഴാണ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച്. ഇനി നമുക്ക് സ്റ്റേയുടെ ഒന്ന് നോക്കാം. സ്റ്റേ ഞാൻ ബുക്ക് ചെയ്ത Airbnb ത്രൂ ആണ്, അല്ലെങ്കിൽ booking.com നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. Airbnb ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു വീട് പോലെയൊക്കെ നിൽക്കാവുന്നത്. ഇപ്പോൾ ഞാനൊരു 1000+ അല്ലെങ്കിൽ 1500 റേഞ്ചിലൊക്കെ ഒരു 1 bedroom ഹാള് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ Airbnb ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ പേഴ്സണലായിട്ട് നമുക്ക് റൂമിൻ്റെ ഓണറായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ, ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിട്ട് നമുക്ക് യാത്രയാണ്. യാത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് യൂബറാണ്. യൂബർ നമുക്ക് ഹൈദരാബാദിൽ നല്ല അവൈലബിൾ ആണ്, റീസണബിൾ റേറ്റ്സ് ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫുഡ് ഓർഡറൊക്കെ ചെയ്യണമെങ്കിൽ റൂമിലേക്ക് വേണമെങ്കിൽ സൊമാറ്റോ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമുക്കിതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഹൈദരാബാദിൽ യാത്രയ്ക്ക് മെട്രോയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രാഫിക്കുള്ള കൺജസ്റ്റഡ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് മെട്രോ കൂടി യൂസ് ചെയ്തിട്ട് പോകാവുന്ന തരത്തിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ബസ്സിൽ വരേണ്ട ഓപ്ഷൻ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. നമുക്ക് വോൾവോ ബസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കല്ലട പോലുള്ള ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം സെമി സ്ലീപ്പറിനൊരു 1000+, 1200, 500 റേഞ്ച്. അതേപോലെ തന്നെ നമുക്ക് സ്ലീപ്പർ ബസ്സുകൾ ഏകദേശം ഒരു 2000 അടുത്ത്. ഇത് ഡിപ്പെൻസ് ആണ്, ഓരോ ഒക്കേഷനിലനുസരിച്ച് ഡിമാൻഡിനനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. അതുകൊണ്ടൊരു ഫിക്സ്ഡ് പ്രൈസ് അല്ല. അപ്പോൾ അതും നമുക്കൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നോർമൽ ബസ് ഞാൻ പറയുന്നില്ല, KSRTC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ
ഓപ്ഷനൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിൽക്കുന്നത് Airbnb ത്രൂ ബുക്ക് ചെയ്തൊരു വീടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വീട് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു മേൽഭാഗം മൊത്തമായിട്ടൊക്കെ നമുക്ക് നമ്മളെ സൗകര്യത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മൊത്തം ഐറ്റിനറി, അതായത് ഞാനൊരു 3 days അവിടെ ഉണ്ടായി, അതേപോലെ തന്നെ ഒരു 2 days യാത്രയും, അപ്പോൾ ഒരു 5 daysൻ്റെ ടോട്ടൽ പ്ലാനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് വരുമ്പോൾ ഭയങ്കര ലെങ്തി ആവും വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ട്രാവൽ ഐറ്റിനറി ആയിട്ടാണ്. എവിടേക്കാണ് പോകേണ്ടത്, അതിൻ്റെ എൻട്രൻസ് ഫീസ്, കാര്യങ്ങൾ, റാമോജി റാവു ഫിലിം സിറ്റി, ചാർമിനാർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.